നമസ്കാരം. ബ്രസീൽ തോറ്റിരിക്കുന്നു. നോർവേയോട് തോറ്റു പുറത്തായിരിക്കുന്നു. ലോകകപ്പ് സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ബ്രസീൽ തോറ്റത്? പല കാരണങ്ങളുണ്ടാകാം. കളി കണ്ട എല്ലാവരും പറഞ്ഞ ഒരു കാരണമുണ്ട്. ആഞ്ചലോട്ടി, നിങ്ങളാണ് ബ്രസീലിന്റെ തോൽവിക്ക് കാരണം. വെറുതെ പറയുന്നതല്ല, ഒരു കാരണം കണ്ടെത്തുന്നതുമല്ല. ഈ ലോകകപ്പിലെ ഏറ്റവും നിർണായക മത്സരത്തിൽ നിങ്ങളെടുത്ത പല തീരുമാനങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു. പാളിപ്പോയ തീരുമാനങ്ങളായിരുന്നു. നിങ്ങളുടെ തന്ത്രങ്ങൾ പലതും തെറ്റായിരുന്നു. ഒരുപക്ഷെ നോർവേയെ നിങ്ങൾ വില കുറച്ച് കണ്ടു. ഹാലൻഡിനെ പോലുള്ള ഒരു താരത്തെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ അമിത പ്രതീക്ഷ വെച്ചു പുലർത്തി. അമിത ആത്മവിശ്വാസം നിങ്ങളെ നയിച്ചു. ഇന്നലെ നിങ്ങൾ പറഞ്ഞത് നെയ്മർ 90 മിനിറ്റും കളിക്കാൻ ഫിറ്റാണ് എന്നാണ്. എന്നിട്ടും സുപ്രധാന മത്സരത്തിൽ നെയ്മർ ആദ്യ 11-ൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? നെയ്മറെ പോലൊരു താരം ആദ്യ 11-ൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ ഈ കളിയുടെ ഗതി തന്നെ ചിലപ്പോൾ മാറുമായിരുന്നില്ലേ? നോർവേ കൂടുതൽ പ്രതിരോധത്തിലേക്ക് വരുമായിരുന്നില്ലേ? വിനീഷ്യസിനും കുഞ്ഞയ്ക്കുമൊപ്പം ആക്രമണ നിരയിൽ കുന്തമുനിയായി നെയ്മർ ഉണ്ടാകുമായിരുന്നില്ലേ? അവസാന മിനിറ്റിലെ പെനാൽറ്റി അനായാസേന ഗോളാക്കി മാറ്റിയ നെയ്മറുടെ വൈദഗ്ധ്യം നിങ്ങൾ കണ്ടില്ലേ? അതിനു മുമ്പ് ഒരു പെനാൽറ്റി പാഴാക്കിയെടുത്തു നിന്നാണ് നെയ്മർ ടീമിന്റെ ആത്മവിശ്വാസത്തെ ഉയർത്തിയത് എന്ന് നിങ്ങൾ കാണണം. ആ നെയ്മറെയാണ് നിങ്ങൾ ആദ്യ 11-ൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയത്. കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ നേടിയെന്ന ഒറ്റ കാരണം കൊണ്ടല്ലേ മാർട്ടിനെല്ലി നിങ്ങളുടെ ഗുഡ് ബുക്കിലേക്ക് വന്നത്? അതുകൊണ്ട് അയാൾക്ക് ആദ്യ 11-ൽ സ്ഥാനം കിട്ടി. ആ കളിക്കാരന്റെ കളിയെ കുറച്ചു കാണുന്നതേയില്ല. അയാളെക്കാളും അത് അർഹിച്ചിരുന്നത് നെയ്മർ തന്നെയായിരുന്നു. ബ്രസീലിന്റെ പെനാൽറ്റി ആരെടുക്കണമെന്ന തീരുമാനം നിങ്ങളുടേതാണ്. തീർച്ചയായും ബ്രസീൽ ടീമിന്റേതാണ്. ആ തന്ത്രം പാളിപ്പോയി എന്ന് അങ്ങ് അംഗീകരിച്ചു കണ്ടില്ല. രണ്ട് മികച്ച സ്ട്രൈക്കർമാർ ആദ്യ 11-ൽ ഇടം പിടിച്ച ടീമായിരുന്നു ബ്രസീൽ. വിനീഷ്യസും കുഞ്ഞിയും. വിനീഷ്യസ് ആകട്ടെ ഫിനിഷിംഗിൽ ഏറ്റവും മികച്ച ഫോമിലായിരുന്നു ഈ ടൂർണമെന്റിൽ ഉണ്ടായിരുന്നത്. കുഞ്ഞിയും അവസരത്തിനൊത്ത് ഉയർന്ന താരമായിരുന്നു. ഈ രണ്ട് സ്ട്രൈക്കർമാർക്കും അപ്പുറം മറ്റൊരാൾ പെനാൽറ്റിക്കായി എത്തിയത് എങ്ങനെയാണ്? ബ്രൂണോ ഗിമറേഷ് പെനാൽറ്റി എടുക്കണമെന്നത് ആരുടെ താല്പര്യമായിരുന്നു? രണ്ട് സ്ട്രൈക്കർമാരെ ഇത് ഏൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ലേ? സമീപകാലത്തെ ഏറ്റവും മികച്ച റെക്കോർഡാണ് അത്തരമൊരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചതെന്ന് അങ്ങ് മറുപടി നൽകിയത് കണ്ടു. പക്ഷേ ആ പെനാൽറ്റി എടുക്കാൻ അദ്ദേഹം വന്ന വരവുണ്ടല്ലോ, ആത്മവിശ്വാസത്തിന്റെ ഒരു കണിക പോലും ആ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അത്രയേറെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കളിക്കാരൻ തന്റെ പെനാൽറ്റി പാഴാക്കി എന്നതിൽ അത്ഭുതം തോന്നുന്നില്ല. പക്ഷേ ആ തീരുമാനമെടുത്തതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അത് ഈ ടൂർണമെന്റിന്റെ വിധി നിർണയിക്കുന്ന ഒന്നായി മാറി എന്ന് താങ്കൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടോ എന്നറിയില്ല. വിനീഷ്യസ് ആകട്ടെ തുടർന്നും മികച്ച ഫോമിലാണ് കളിച്ചത്. നിരവധി അവസരങ്ങൾ അദ്ദേഹം ഗോളാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് ആ പെനാൽറ്റി പാഴായതിൽ മറ്റൊരു ന്യായീകരണത്തിന് യാതൊരു വകുപ്പുമില്ല. 40 വർഷത്തിനു ശേഷം ലോകകപ്പിലെ ഒരു മുഴുവൻ സമയ കളിക്കിടയിൽ ആദ്യമായി ഒരു പെനാൽറ്റി പാഴാക്കി എന്ന റെക്കോർഡാണ് ഇതിലൂടെ ബ്രസീലിന് ലഭിച്ചത്. നോർവേക്കെതിരെ ഇതുവരെ ജയിക്കാത്ത ടീമെന്ന പേരുദോഷം മാറ്റാൻ താങ്കൾക്ക് കഴിഞ്ഞതേയില്ല. കഴിഞ്ഞ 6 ലോകകപ്പുകളിലായി ബ്രസീൽ പുറത്താകുന്നത് യൂറോപ്യൻ ടീമിനോടാണ് എന്ന പേരുദോഷവും മായാതെ കിടക്കുന്നു. ഇത്തവണ ക്വാർട്ടർ പോലും കാണാതെയാണ് ബ്രസീൽ പുറത്തേക്ക് പോകുന്നത്. 90-ന് ശേഷം ആദ്യമായി ബ്രസീൽ ക്വാർട്ടർ കാണാതെ പുറത്തേക്ക് പോവുകയാണ്. ഈ വിജയം നോർവേയുടെ അത്യധ്വാനത്തിലുള്ള വിജയമാണ്. 2 ഗോൾ നേടിയ ഹാലൻഡിനൊപ്പം മറ്റൊരാളെ കൂടി പരാമർശിക്കേണ്ടത് അനിവാര്യമാണ്. നോർവീജിയൻ ഗോളി നൈലൻഡ്. ഗോളെന്നുറച്ച എത്രയോ അവസരങ്ങളാണ് ആ കൈകളിൽ തട്ടി പറന്നകന്നത്. ആ പെനാൽറ്റിയെ തട്ടിയകറ്റിയ മികവ് തന്നെ ഫുട്ബോൾ ലോകത്തിന്റെ പ്രശംസയ്ക്ക് പാത്രമായി കഴിഞ്ഞു. പ്രതിരോധം പരാജയപ്പെട്ടപ്പോഴൊക്കെ നൈലൻഡ് ഒരു ഉറച്ച കോട്ടയായി ഗോൾവലിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. ഹാലൻഡിന്റെ 79-89 മിനിറ്റുകളിലെ മനോഹര ഗോളാണ് നോർവേക്ക് വിജയവഴിയൊരുക്കിയത്. 2 ഗോളുകൾ നേടിയതോടെ ഈ ലോകകപ്പിൽ 7 ഗോൾ നേടുന്ന താരമായി ഹാലൻഡ് മാറി. മെസ്സിക്കും എംബാപ്പയ്ക്കുമൊപ്പം നോർവേ ആദ്യമായി ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ പോവുകയാണ്. ഇംഗ്ലണ്ടാണ് എതിരാളി. ആ മത്സരവും പൊട്ടിപ്പാറും. നന്ദി, നമസ്കാരം.